ഹലോ ഗ്രേറ്റ് മീഡിയസിലേക്ക് സ്വാഗതം. ടർബോയുടെ ആദ്യ ദിന കളക്ഷനിലേക്ക് കടന്നു ചെല്ലുകയാണെങ്കിൽ കേരള കളക്ഷൻ 4 കോടിക്ക് മുകളിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇന്ന് 4.5 കോടിക്ക് മുകളിലായിരിക്കും സിനിമയുടെ ഫൈനൽ കളക്ഷൻ വരാൻ പോകുന്നത്. 1300 മുകളിലുള്ള ഷോകളാണ് ഇതുവരെ ട്രാക്ക് ചെയ്യപ്പെട്ടപ്പോൾ ഇപ്പോൾ അഡീഷണൽ ഷോസും എക്സ്ട്രാ ഷോസുമായി ഒട്ടുമിക്ക തിയേറ്ററുകളും നിറഞ്ഞാടുന്നു. ഒരു പക്ഷേ 5 കോടിക്ക് മുകളിൽ ആദ്യ ദിന കളക്ഷൻ വന്നാൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. അങ്ങനെ പ്രീസെയിൽ 3.5 കോടി കിട്ടിയ സിനിമ ഇന്ന് 4 കോടിക്ക് മുകളിലെത്തുമ്പോൾ 7.5 കോടിക്ക് മുകളിലേക്ക് എത്തുന്നു. 8 കോടി 8.5 കോടിയായിരിക്കാം കേരളത്തിൽ നിന്ന് ഫൈനലായി സിനിമയ്ക്ക് വരാൻ പോകുന്നത്. വേൾഡ് വൈഡായിട്ട് 70 രാജ്യങ്ങളിലെത്തുന്ന ഈ ഒരു സിനിമയ്ക്ക് ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ചിട്ട് കേരളത്തിൻ്റെ ഡബിൾ എന്നുള്ളത് തന്നെയാണ്. അതായത് ഏകദേശം 25 തൊട്ട് 30 കോടിക്ക് മുകളിലായിരിക്കും സിനിമയുടെ കളക്ഷൻ വരാൻ പോകുന്നത് എന്നുള്ളതാണ്. എന്തായാലും ഒരു മമ്മൂട്ടി സിനിമ അഴിഞ്ഞാടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എങ്ങനെയിരിക്കും ബോക്സ് ഓഫീസിൻ്റെ അവസ്ഥ എന്നുള്ളത് ഇപ്പോൾ ഈ ഒരു സിനിമ കാണിച്ചു തരികയാണ്. എന്താണേലും ഈ സീസണിൽ നമുക്ക് കാണാൻ കഴിയുന്നു, കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി മമ്മൂട്ടി സിനിമകൾ ഏറ്റവും മികച്ചു നിൽക്കുകയും ഏറ്റവും മികച്ച അല്ലെങ്കിൽ എല്ലാ രീതിയിലും ഒന്നാം നമ്പറിലേക്ക് എത്തുന്ന സിനിമകളാണെങ്കിൽ പോലും 100 കോടി കടക്കാത്തതാണ്. ഒരു പക്ഷേ ഇത് 3 ദിവസം കൊണ്ട് 100 കോടിയോ അല്ലെങ്കിൽ 5 ദിവസമോ 6 ദിവസം കൊണ്ട് 100 കോടി എത്തിയാൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. ഒരു പക്ഷേ 3-ാം ദിവസം ഈ സിനിമ 50 കോടിയല്ല 65 കോടി എത്തും എന്നുള്ളൊരു പ്രഡിക്ഷനും ഉണ്ട് എന്നുള്ളതാണ്. ലോകമെമ്പാടുമുള്ള ജനങ്ങൾക്ക് ഇത് ആർമാദിക്കാൻ ഉള്ള ഒരു വകുപ്പായിരിക്കുന്നു. വേൾഡ് വൈഡായിട്ട് അമ്മാതിരിയാണ് സിനിമയുടെ കൊലത്തൂക്ക്. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിലും സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു. ഗ്രേറ്റ് മീഡിയാസ്.